എല്ലാ കാലത്തും ദേവന്മാരെ ഉപദ്രവിക്കാനോ അവരുടെ യാഗങ്ങൾ മുടക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ ഒക്കെയുള്ള രാക്ഷസന്മാർ ഉണ്ടാകും. ഇപ്പോഴും നമ്മളത് കാണുന്നു. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഭാരതത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഭാരതത്തിനെ അമ്മയായി കാണാൻ സാധിക്കാത്ത ഒരു മനസ്ഥിതിയോടുകൂടി മലയാള ഭാഷയിൽ മ്ലേച്ഛമായ സ്വഭാവം കാണിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം. ആ മ്ലേച്ഛത്തിന് എന്തെല്ലാം അർത്ഥതലങ്ങളുണ്ട് എന്നാലോചിച്ച് കഴിഞ്ഞാൽ അത്ഭുതമാണ്. ഒരുപക്ഷെ ഈ മ്ലേച്ഛ സ്വഭാവം കാണിക്കുന്നവർക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം സാത്വികമായിട്ടുള്ളതും സമന്വയമായിട്ടുള്ളതുമായ നമ്മുടെ ഭാരതത്തിൻ്റെ ദർശനം അത് ലോകത്തിന് കൊടുക്കുമ്പോൾ അമ്മയാണ്. അമ്മ മക്കളെ എല്ലാം എങ്ങനെ പോറ്റും? ആ ഒരു സംസ്കാരമാണ് എല്ലാത്തിലൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മയെ കാണാൻ കഴിയാതെ ഇറങ്ങിപ്പോകുന്ന ആളുകൾ, അമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാതെ ദേശീയ ഗാനം ചൊല്ലാൻ മടിക്കുന്ന ആളുകൾ, ദേശത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ നമുക്കിടയിലുണ്ട് എന്ന് നമ്മൾ അറിയുക. ആ സമയത്താണ് നമ്മൾ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുക. ഇനി എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമുക്കറിഞ്ഞുകൂടാ. കാരണം വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലുമുള്ള വാക്യങ്ങൾ മാത്രമേ നമ്മുടെ സർവകലാശാലകളുടെ മുദ്രിത വാക്യങ്ങളിൽ പോലും ഉള്ളൂ. വിദ്യയാമൃതമശ്നുതേ എന്ന് പറയുമ്പോൾ ഉപനിഷത്തിലേക്ക് പോകേണ്ടി വരും. നൈതിക ചിന്ത, നീതിബോധവുമായിട്ട് ചിന്തിച്ചു പോകുമ്പോൾ സത്യമേവ ജയതേ, അതും ഉപനിഷത്തിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ ഭാരതത്തിൻ്റെ തനതായ സംസ്കൃതി വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്ന സമയത്താണ് വളരെ ശാന്തമായിട്ട്, ആ ശാന്തതയ്ക്കാണ് ശക്തിയുള്ളത്, നമ്മൾ യോഗയെക്കുറിച്ച് ചിന്തിക്കുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പതഞ്ജലി മഹർഷി ആമുഖം തന്നെ പഠിപ്പിക്കുന്നത്. യോഗയെന്ന് പറയുമ്പോൾ നമ്മുടെ ചിത്തവൃത്തികൾ നിരോധിക്കുക. മനസ്സിന് ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്ന 3 തലങ്ങളുണ്ടെന്നാണ്. നമ്മുടെ ഭാരതമാണ് ലോകത്തിന് ആദ്യമായിട്ടൊരു മനഃശാസ്ത്ര വീക്ഷണം കൊടുക്കുന്നത്. ഇന്ന് വളരെയേറെ വികസിച്ച ഒരു ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം. സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്നൊരു ശാസ്ത്രശാഖ. സത്യത്തിൽ സൈക്ക് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ പദത്തിൽ ആത്മാവ് എന്നാണ് അർത്ഥം. അതല്ലെങ്കിൽ മനസ്സ് എന്ന് അർത്ഥപ്പെടാം എന്ന തരത്തിലേക്ക്. പക്ഷെ ഇന്ന് പോസ്റ്റ് മോഡേൺ സൈക്കോളജി സ്വഭാവശാസ്ത്രം എന്ന അർത്ഥത്തിലേക്ക് അതിനെ പരിവർത്തിപ്പിച്ച് നിർത്തിയിരിക്കും. കാരണം മനസ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നില്ല. എന്താണ് മനസ്സ്? ആത്മാവിനെ കുറിച്ച് തീരെയും പറയാൻ പറ്റുന്നില്ല. എന്താണ് ആത്മൻ? ആ ആത്മൻ എന്ന് പറയുന്നത് നമുക്ക് കാണാനോ തൊടാനോ അറിയാനോ ഒന്നും സാധിക്കാത്ത നിർഗുണൻ പരമാത്മാവ്, നിർലോകം വ്യാപിച്ചതാം ജ്ഞാനവിജ്ഞേയൻ, അവനെ നിന്ദയായി ചാടുന്നില്ല ഞാൻ എന്ന് ഭീമസേനൻ പോലും ഹനുമാന്റെ അടുത്ത് നിന്നുകൊണ്ട് പറയുന്നതായിട്ട് എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നു മഹാഭാരതം കീഴ്പാട്ടി. നിർലോകം വ്യാപിച്ചതാണ്. ഇത് നമ്മളിൽ മാത്രമല്ല, സകല ജീവജാലങ്ങളിലും. അപ്പം ആ ആത്മനെ കുറിച്ച് ചിന്തിക്കുക, ആ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് പാശ്ചാത്യർക്ക് ഇന്നും അപ്രാപ്യമാണ്. പക്ഷേ ശാരീരികോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, മാണ്ഡൂക്യകാരികയുണ്ട്, അതുപോലെ ഭഗവത്ഗീത, നാദബിന്ദു ഉപനിഷത്ത്, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മളൊന്ന് പഠിച്ചാൽ ഇത്രയേറെ മുന്നോട്ട് പോയ ഒരു മനഃശാസ്ത്ര ഗവേഷണ മേഖല ഭാരതത്തെ പോലെ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ. ഇന്ന് ലോക മനഃശാസ്ത്രത്തിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലേക്ക് വരും, ഒരു സംശയവുമില്ല. പുറത്താക്കപ്പെടുന്നവർ പുറത്താക്കും.
അതിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വിശ്വം എന്ന് പറയുന്നു. ശാരീരിക ഉപനിഷത്തിൽ നമുക്ക് കാണാം. ഈ പ്രപഞ്ചത്തിന് വിശ്വം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. പ്രപഞ്ചം നമ്മൾ ആ വാക്ക് തന്നെ മലയാളത്തിൽ തന്നെയാണ്. ആ പ്രപഞ്ചത്തിന് കാണുന്ന രൂപത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു തൈജസ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഒരു ഉപബോധതലമാണ് വിശ്വം, അല്ലെങ്കിൽ വിശ്വൻ ബോധതലമാണെങ്കിൽ തേജസ്സൻ ഉപബോധതലമാണ്. പ്രാജ്ഞൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉറക്കത്തിന് സമാനമായ, നിദ്രാസമാനമായിട്ടുള്ള ഒരവസ്ഥയുണ്ട് പ്രപഞ്ചത്തിൽ. പക്ഷെ ഇതൊന്നും എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അഗാധവും വിശാലവുമായിട്ടുള്ള തുരീയമായിട്ടുള്ളൊരു തലം. അങ്ങനെ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുരീയൻ എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തിന് 4 ലെയറുകളുണ്ട് എന്നും അതേപോലെ നമുക്കും 4 തലങ്ങൾ: സ്വപ്നം, ജാഗ്രത്, വിശ്വന് സമാനമായിട്ട് ജാഗ്രത് എന്നാണ് പറയുന്നത്. രണ്ടാമത് സ്വപ്നം എന്നാണ് പറയുന്നത്. സുഷുപ്തി എന്നാണ് മൂന്നാമത്തതിന് പറയുന്നത്. സുഖമായ നിദ്ര, സുഖസുപ്തി, സുഷുപ്തി. തുരീയൻ അല്ലെങ്കിൽ തുരീയം. അപ്പോൾ ഓരോ ജീവിക്കും ഈ 4 തലങ്ങളുണ്ടെന്ന്. ഈ 4 തലങ്ങളിൽ മനസ്സിനെയാണ് ഇത് സ്വാധീനിക്കുന്നത്. രാമുഖമായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള തലത്തിൽ ഈ ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും കൂടെ കലർത്തിക്കൊണ്ടു പോകുന്ന ഒരു തലമാണ് മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത്. ഇപ്പം മത്തായി സുവിശേഷം എന്ന് പറയുന്ന ബൈബിള് പറയുന്നൊരു കാര്യം, മുഖം മനസ്സിൽ നിന്ന് സംസാരിക്കുന്നു. മുഖം മനസ്സിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പം നമ്മുടെ വാക്കുകൾ പോലും വരുന്നത് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ്. ഒരാളോട് ദേഷ്യപ്പെടണമെങ്കിൽ അയാളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ ആ തരത്തിൽ നിറച്ചിരിക്കണം. അപ്പം മുഖത്തുണ്ടാവുന്ന പ്രകടനങ്ങൾ, ശരീരത്തുണ്ടാവുന്ന പ്രകടനങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ പ്രകടമാവുന്ന ഭാവവിന്യാസ തലങ്ങൾ എല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണ് മനസ്സിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ കേരളത്തിൽ, CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന ഒരു നാടകമാണ്. രാമായണ നാടകങ്ങൾ 4 അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായതാണ് ലങ്കാലക്ഷ്മി. കാഞ്ചന സീത, സാകേതം, ലങ്കാലക്ഷ്മി, ഇങ്ങനെയുള്ളതൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ലങ്കാലക്ഷ്മിയിൽ രാവണൻ പറയുന്നൊരു ഡയലോഗുണ്ട്: മനസ്സാണ്, ഇച്ഛയാണ് പ്രധാനം. മനസ്സും ഇച്ഛയും ഉണ്ടെങ്കിൽ അവിടെ എന്തും സാധിക്കുമെന്നുള്ളത്. അപ്പോൾ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കേവലം ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഭാരതം ചിന്തിച്ചത്. അതിനെ നമ്മൾ കുറച്ചുകൂടി ലളിതമായിട്ട് ചിന്തിക്കുന്നത് അന്നമയ കോശം എന്ന തലത്തിൽ ശരീരത്തിൽ, പ്രാണമയ കോശം എന്ന തലത്തിൽ പ്രാണഭാഗങ്ങൾ, പ്രാണൻ തന്നെ മുഖ്യപ്രാണങ്ങളായിട്ട് പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ എന്ന 5 എണ്ണം പറയാറുണ്ട്. ഉപപ്രാണങ്ങളായിട്ട് ഗൃഹലൻ, കൂർമൻ, ധനഞ്ജയൻ എന്നൊക്കെ 5 എണ്ണം വേറെ പറയാറ് സൂചിപ്പിച്ചു. ഇതൊക്കെ ശാരീരിക ഉപനിഷത്തും മാണ്ഡൂക്യകാരിയും മാണ്ഡൂക്യോപനിഷത്തും നാദബിന്ദു ഉപനിഷത്തിലും ഗീതയിലും ഒക്കെ പരന്നു കിടക്കുന്ന സംഗതികളാണ്. അപ്പോൾ ശരീരത്തിന് അന്നമയ കോശം, പ്രാണൻ പ്രാണമയ കോശം, അതിന് ഉള്ളിലായിട്ട് ഒരു ലെയറുള്ളത് വിജ്ഞാനമയ കോശം, അറിവിൻ്റെതായിട്ടുള്ളൊരു തലം. അതേപോലെ മനോമയ കോശം, അവസാനത്തത് ആനന്ദമയ കോശം. അപ്പം ശരീരത്തെ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് കാളിദാസ മഹാകവി പറയുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. പക്ഷെ അത് ധർമാനുഷ്ഠാനത്തിനുള്ള ഒരു ഉപകരണം, സാധനം എന്ന് പറഞ്ഞ ഉപകരണം, ഒരു ഉപകരണം മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി, മറ്റൊന്നും കാണണ്ട. അപ്പം ശരീരത്തെ പുഷ്ടിപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. അതേപോലെ തന്നെ ബുദ്ധിയെയും ശക്തിപ്പെടുത്തണം. പെട്ടെന്ന് നമ്മൾ ബുദ്ധിയെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ ശരീരത്തെ മാത്രം പുഷ്ടിപ്പെടുത്തി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മറ്റു കഴിവുകൾ നഷ്ടപ്പെട്ടു.
അതേപോലെ ബുദ്ധിയെ മാത്രം ശക്തിപ്പെടുത്തി കഴിഞ്ഞാലും പോകും. അപ്പോഴാണ് നമ്മൾ പറയുക ബുദ്ധി രാക്ഷസനാണ് എന്ന്. അപ്പൊ എന്തിനാ രാക്ഷസൻ കൂട്ടുന്നത് ആലോചിക്കും. ബുദ്ധി മാത്രം വികസിച്ചാൽ രാക്ഷസനാണ്. ഇന്നത്തെ വിദ്യാഭ്യാസം ഇന്റലക്ച്വൽ ക്വോഷ്യന്റിനെ മാത്രം നോക്കുന്നതാണ്. ബുദ്ധി വികാസം ഉണ്ടാവണം കുട്ടികൾക്ക്. അതിനാണ് ബയോളജിയും കെമിസ്ട്രിയും അങ്ങനെയുള്ള തുടങ്ങിയ വിഷയങ്ങളൊക്കെ മാത്രം പഠിക്കുന്നു. അവിടെ ഒരിക്കലും നൈതിക ബോധം പഠിക്കുന്നില്ല വിദ്യാലയങ്ങളിൽ. നമ്മുടെ സനാതനധർമ്മ പാഠശാലയുടെയൊക്കെ പ്രാധാന്യം അവിടെയാണ്. നൈതിക ബോധം പഠിക്കുന്നതാണ്. അപ്പോഴും പറയാം കുട്ടികൾ ട്യൂഷൻ ഉണ്ടെന്ന്, അവർക്ക് കരാട്ടെ ക്ലാസ്സിൽ പോകണമെന്നാണ്, അവർക്ക് ഡാൻസിന് പോകണമെന്നാണ്. ശരീരം നന്നാവുന്നുണ്ട്, നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ആളാണ്. പക്ഷേ ശരിയതേക്ക് ശരീരമാണെന്ന് പറയുന്നത് ഇത് നശിച്ചു പോകുന്ന സാധനമല്ലേ, അത് മനസ്സിലാവുന്നു. പക്ഷെ നശിക്കാത്ത ഒന്നുണ്ടല്ലോ നമ്മളെടുത്ത്. അത് ഇന്ദ്രിയത്തിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ തലത്തിന് പ്രാണന്റെയും ഒക്കെ അപ്പുറത്തുള്ളതാണ്, നമ്മളെല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പൊ ഈ ഒരു തത്വം വെച്ചുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ കാണുകയാണ് യഥാർത്ഥത്തിലുള്ള യോഗ ചിന്ത എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ യോഗ എന്ന് പറയുന്ന സമയത്ത് പലരുടെയും, ഇവിടെ ഇരിക്കുന്നവരെ എന്നല്ല ഉദ്ദേശിക്കും, നമ്മളിൽ പലർക്കും അതിനെക്കുറിച്ച് പ്രധാനമാശൊക്കെ പുറകിലിരിക്കുന്നത്. ഒരുപക്ഷെ ഞാനിവിടെ നിന്ന് എന്തെങ്കിലും ചെറുത് പറഞ്ഞത് പിഴച്ചു പോയാൽ പോലും പിന്നീട് തിരുത്തുന്ന ആളുകളാണ്. പക്ഷെ അതിൽ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടെന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നിച്ച് കാണുക എന്നുള്ളതിൽ ഒരു നമ്മുടെ തന്നെ ലളിതമായ ഒരു ആചാരത്തെ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ നാള് അല്ലെങ്കിൽ നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ്? അശ്വതിയാണോ, കാർത്തികയാണോ, ഐല്യമാണോ? അതിന് ഒരു വൃക്ഷമുണ്ട്, ഒരു പക്ഷിയുണ്ട്, ഒരു മൃഗമുണ്ട്, ഒരു ജീവിയുണ്ട്, പഞ്ചഭൂതങ്ങളിൽ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാഗമാണെന്നാണ്. ഇത്ര വിശാലമായൊരു സംഗതിയാണ് ഭാരത് സങ്കല്പം. ഭാസിൽ രചിക്കുന്നത് എന്ന് പറയാം. അറിവിൽ അഭിരമിക്കുന്ന നാട് എന്നാണ് ഭാരതത്തിന്റെ ചിന്ത പറയുന്നത്. അപ്പൊ ഇതിലേക്ക് എത്തണമെങ്കിൽ, യഥാർത്ഥത്തിൽ ഇത് കാണണമെങ്കിൽ പ്രപഞ്ചവും ഞാനും രണ്ടല്ല. കാർട്ടീഷ്യന്റെ പാശ്ചാത്യ വിചാരതന്ത്രം വെച്ച് നോക്കിയാൽ മനുഷ്യന് ചൂഷണം ചെയ്യാനുള്ളതാണ് പ്രകൃതി എന്നാണ് പറയുന്നത്. പക്ഷെ ഭാരതത്തിന്റെ ദർശനത്തില് മനുഷ്യനും പ്രകൃതിയും രണ്ടല്ല. പ്രകൃതി നിലനിന്നാൽ മാത്രമേ മനുഷ്യൻ നിലനിൽക്കൂ. അതുകൊണ്ട് മനുഷ്യൻ ഈശ്വരീയ പൂർണ്ണതയെ സ്വയം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന മനുഷ്യൻ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് പ്രകൃതി വിരുദ്ധനാവാതെ വികൃതിയാവാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ്. ഞാൻ പലയിടങ്ങളിലും ചോദിക്കാറുണ്ട്, കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്, ഈ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് പ്രകൃതി വിരുദ്ധനാവാതെ വികൃതിയാവാതെ ജീവിക്കാൻ പറ്റുന്ന ജീവി ഏതാണ്? മനസ്സിലായല്ലോ, മനുഷ്യനല്ലേ. പക്ഷെ ഇന്ന് പ്രകൃതി വിരുദ്ധനായി ജീവിക്കുന്ന ജീവി ഏതാണെന്നൊരു ചോദ്യം ചോദിച്ചാലോ അതിൻ്റെ ഉത്തരം മനുഷ്യൻ തന്നെയാണ്. എന്ത് കാര്യം തന്നെ എടുത്തോളൂ, ഭക്ഷണമാവട്ടെ, മൈഥുനമാവട്ടെ, വസ്ത്രമാവട്ടെ, നിദ്രയാവട്ടെ, പാന അല്ലേ, അന്നപാന ശയനാദികൾ എന്തുമാവട്ടെ, അവിടെയാണ് എന്ന് പറയല്ലേ, മാംസം, മത്സ്യം, മദ്യം, മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. ആരോ പറഞ്ഞു www.com. അതിൽ വെൽത്തും ധനം, അതുപോലെ വാട്ടറും ഒക്കെ പെടുന്നുണ്ട്. അടുത്ത W എന്താണെന്ന് ആലോചിച്ചു. അപ്പൊ നമ്മൾ ഭൗതികമായതിനെ മാത്രം നോക്കിക്കൊണ്ട് ആധുനിക മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് ഈ യോഗയിൽ പറയുന്നത് നിന്റെ മനസ്സിനെ നീ ശ്രദ്ധിക്കൂ. നിന്റെ മനസ്സാണ് പ്രധാനം. ആ മനസ്സിനെ ശ്രദ്ധിക്കുമ്പോഴാണ് പതഞ്ജലി മഹർഷി വേദങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. വേദങ്ങളിൽ എവിടെയെങ്കിലും, നേരത്തെ പറഞ്ഞതിന് അനുബന്ധമായിട്ട് ഞാൻ പറഞ്ഞത്, വേദങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജാതിയെയോ മതത്തിനെയോ വർഗത്തിനെയോ പ്രത്യയശാസ്ത്രങ്ങളെയോ ഒന്നും പരാമർശിക്കുന്നില്ല. ഒരു വേദത്തിലും പറയുന്നില്ല. അവിടെ പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മനുഷ്യൻ മാത്രമല്ല, സകല ജീവജാലങ്ങളെക്കുറിച്ചും ഏകീഭാവത്തിലാണ് ചിന്തിക്കുന്നത്. ആ വേദങ്ങളിൽ നിന്നുള്ള ചിന്തയെ പ്രസ്തരിച്ചുകൊണ്ട് വിസ്തരിച്ചുകൊണ്ട് പതഞ്ജലി പറയുന്നത് നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കണമെങ്കിൽ, മനസ്സിനെ നമുക്ക് സ്വയം തിരിച്ചറിയുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും യോഗ എന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിലല്ല വിചാരിക്കുന്നത്. നമ്മൾ യോഗാസനത്തിലേക്കാണ്. പക്ഷെ പതഞ്ജലിയുടെ സൂചനയിൽ ഇപ്പം നമ്മുടെ പോലെയുള്ള ഗൃഹസ്ഥന്മാർക്കൊക്കെ
ഗൃഹജീവിതം, ഗൃഹസ്ഥന്മാർക്കൊക്കെ എപ്പോഴും സാധ്യമാവുന്ന തരത്തിലുള്ള ചിന്തയും പ്രവർത്തനവുമാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. അദ്ദേഹം പറയുന്നത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഇതാണ് അഷ്ടാംഗ മാർഗം. യമത്തെയും നിയമത്തെയും എങ്കിലും 5 വരുന്നത്, അതിൽ കുറച്ചെങ്കിലും, അത് കുറേശ്ശെയെങ്കിലും നമുക്ക് സാധിച്ചാലാണ് ആസനത്തിലേക്ക് പോവേണ്ടുന്നത്. പക്ഷെ എങ്ങനെ പോകാൻ പറഞ്ഞാൽ ലോകം പോകുമെന്ന് എനിക്കറിഞ്ഞില്ല. എല്ലാവരും യോഗാ ദിനം എന്ന് പറയുമ്പോഴത്തേക്ക് സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ട്. ശരി, എന്തുകൊണ്ടാണ് സൂര്യനെ നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചാലോ, അപ്പോൾ രാവിലെ ആകുമ്പോൾ വെറുതെ അങ്ങോട്ട് നമസ്കരിക്കണമല്ലോ. സൂര്യ നമസ്കാരം എന്നുള്ളത് മാറ്റിയിട്ട് യേശു നമസ്കാരം എന്നാക്കിയിട്ട് ഇറങ്ങിയിരുന്നു. 10 വർഷം മുൻപ് ഇത് തുടങ്ങിയ സമയത്ത് അങ്കമാലിയിൽ ഒരു വലിയ ബോർഡ് വെച്ചത് കണ്ടില്ല, യേശു നമസ്കാരം. എന്നിട്ട് സൂര്യ നമസ്കാരത്തിൻ്റെ 13 ഭാവങ്ങൾ എങ്ങനെ കാണിച്ചുകൊണ്ട് നടുക്ക് യേശു ഇരിക്കുന്നു. നല്ല കാര്യമാണ്, കാരണം ഇങ്ങോട്ടാണല്ലോ വരുന്നത്, നിർത്തിയില്ല, എവിടെയും കിട്ടുന്നില്ല. ഹസൻ സാക്കീസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു, പള്ളിയിലച്ഛനാവാൻ പോയിട്ട് ലോഹയും വലിച്ചത് തിരിച്ചു വന്ന ആളാണ്. അയാൾ യേശുവിൻ്റെ 6-ാം തിരുമുറി എന്ന് പറഞ്ഞ് പിന്നീട് മലയാളത്തിലേക്ക് നാടകമായിട്ട് ആൻ്റണി ഇറക്കിയിട്ടുള്ള നാടകത്തിൻ്റെ പൂർവ്വരൂപമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതി ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയും. അന്ത്യപ്രലോഭനം, യേശുവിൻ്റെ അന്ത്യപ്രലോഭനം. അതിൽ ഹസൻ സാക്കീസ് പറയുന്നുണ്ട്, യേശുദേവൻ അന്ത്യനാളിൽ ഞാൻ വരുമെന്ന് പറഞ്ഞ് പോയ ആളാണല്ലോ, അദ്ദേഹം തിരിച്ചു വന്നാൽ, ദൈവം തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ തലയായിക്കാൻ ഒരു കല്ലുപോലും കിട്ടില്ല. അങ്ങനെയുള്ളിടത്താണ് യേശു നമസ്കാരം അവതരിപ്പിക്കുന്നത്. ഞാനത് പറഞ്ഞു തന്നു. ഇത് വേദങ്ങളിൽ നിന്ന് പതഞ്ജലി കൊണ്ടുവന്ന ഈ യോഗ ചിന്ത, മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെ ചിത്തവൃത്തികളെ നിയന്ത്രിക്കുക. നിരോധ എന്നാണ് അവിടെ പദം ഉപയോഗിക്കുന്നതെങ്കിലും, യോഗ ചിത്തവൃത്തി നിരോധ എന്നാണെങ്കിലും, ഇല്ലാതെയാക്കി കളയാൻ, നിരോധിക്കുക എന്നല്ല അവിടെ ഡയറക്റ്റ് മീനിങ് വരുന്നത്. മറിച്ച് മനസ്സിനെ ശ്രദ്ധിച്ചതിനെ അടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ യമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, അഹിംസ, സത്യം, അസ്ഥേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം. 5 കാര്യമാണ് യമത്തിനകത്തുള്ളത്. ഇത് ചെയ്യാനൊരു മനുഷ്യന് സാധിച്ചാൽ, എനിക്ക് സാധിക്കില്ല, ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാനിവിടെ ഒന്നും പ്രസംഗിക്കുന്നില്ല. അഹിംസ, സത്യത്തിൽ അഹിംസ എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ തോന്നുക? കൊല്ലാതിരിക്കുക, അല്ലേ? കൊല്ലേണ്ടവനെ കൊല്ലുകയും രക്ഷിക്കേണ്ടവനെ രക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അഹിംസ. അജ്മൽ കസവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ഹിംസയാണോ അഹിംസയാണോ? അങ്ങനെയാണെങ്കിൽ അഹിംസയാണ്. കാരണം സമൂഹം നിലനിൽക്കണമെങ്കിൽ യാതൊരു ധർമ്മമാണോ നിലനിൽക്കേണ്ടത്, ആ ധർമ്മത്തിനെ പിടിച്ചുകൊണ്ടാണ് അഹിംസ എന്ന സങ്കല്പമുള്ളത്, അല്ലെങ്കിൽ കാഴ്ചപ്പാടുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധി, നമ്മുടെ വ്യക്തിതലം മാത്രം എടുത്താൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ പ്രാണതലങ്ങളിൽ ഇല്ലാതാക്കേണ്ടത് എന്തൊക്കെയാണോ അതിനെ ഇല്ലാതാക്കുകയും നിലനിർത്തേണ്ടതിനെ നിലനിർത്തുകയും ചെയ്യുന്നതാണ് അഹിംസ. സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. എന്തിനെയാണോ ഇല്ലാതാക്കേണ്ടത് അത് ഇല്ലാതാക്കിയാലേ പറ്റുള്ളൂ. നിലനിർത്തേണ്ട ഏതാണോ അത് നിലനിർത്തണം. ഇല്ലാതാക്കേണ്ടത് ഇല്ലാതാക്കിയാലേ നിലനിൽക്കേണ്ടത് നിലനിൽക്കുള്ളൂ. അത് റിലേറ്റഡ്, ആ റിലേറ്റിവിറ്റി തിയറി. സത്യം പറയാനും ചെയ്യാനും കേൾക്കാനും ഒക്കെ ട്രൂത്തായിട്ടുള്ള കാര്യം, എപ്പോഴും നിലനിൽക്കുന്ന ജീവിത യാഥാർത്ഥ്യമാണ് സത്യം. സത്യം എന്ന് പറയുന്നത് ഒരിക്കലും അത് പോവില്ല. കാരണം ആത്മനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു സാധനമാണ് സത്യം, ഒരു സംഗതിയാണ് സത്യം. സാധനം ഉദാഹരണത്തിന് നമ്മുടെ നിയമാവലികളിലൊക്കെ, ലോകത്തിലെല്ലാം ക്രിമിനോളജിയിൽ മരണമൊഴി സത്യമാണെന്ന് പറയാം. അത് ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിലല്ല, എല്ലാ സ്ഥലത്തും. ഒരു വ്യക്തി സ്വയം തീ കൊളുത്തി മരിക്കാൻ തയ്യാറായി, അയാൾക്കൊരു 40% 25% പൊള്ളലേറ്റിട്ടുള്ളൂ എങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, അടുത്ത വീട്ടുകാരൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ മതി. പക്ഷേ ഒരു 90, 95, 99% എത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ പറയും ഞാൻ തന്നെ കത്തിച്ചതാണ്. മരണമൊഴി സത്യമേ ഉണ്ടാവും. കാരണം ആത്മന് കളവ് പറയാൻ പറ്റില്ല. ആത്മാവിന് കളവ് പറയാൻ പറ്റില്ല. ആത്മാവ് സത്യത്തിൻ്റെ കൂടെയാണ്. അപ്പം അഹിംസ, സത്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ സത്യഭാവം എന്ന് പറയുന്ന ആത്മനുമായിട്ട് വളരെ ബന്ധമുള്ള സംഗതിയാണ്. ഇത് ശരിയാണോ എന്നറിയാൻ ഒറ്റ കാര്യത്തിൽ അറിയാം.
നമ്മളെല്ലാവരും മരിക്കുമല്ലോ. സാധാരണഗതിയിലുള്ള മരണം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. മരണം ഇല്ല എന്നുള്ളതല്ല, ഇല്ലേ, ഇന്ത്യ അമൃതമശ്യം എന്നൊക്കെ പറയുമ്പോൾ മരണം ഇല്ല എന്നാണല്ലോ പറയുന്നത്. അവിടെ സ്വാഭാവികതയിൽ നമ്മുടെയൊക്കെ ബോധം വെച്ചിട്ട്, നമ്മുടെയൊക്കെ രീതി വെച്ചിട്ട്, ചിന്ത വെച്ചിട്ട്, അറിവ് വെച്ചിട്ട് മരിക്കുമല്ലോ, ലളിത വെച്ചു. അങ്ങനെ മരിച്ചു കഴിഞ്ഞു എന്ന് പോസ്റ്റ് മോഡേൺ സയൻസ് രേഖപ്പെടുത്തിയ സമയത്തും നമ്മളിങ്ങനെ കിടക്കുമ്പോൾ 2, 3, 4 മണിക്കൂർ നമുക്ക് ചിന്തിക്കാനും കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും. ശരിയാണോ? ശരിയാണെന്ന് അറിയാൻ ഒറ്റ വഴിയുള്ളൂ. അന്നേരം ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞ രീതിയാണ്. അപ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരു അപകടത്തിൽപ്പെട്ട് അധികം പ്രായമൊന്നും ആവാത്ത, അല്ലേ, ജരാനരകളൊന്നും ബാധിച്ചില്ലല്ലേ, ജര കൊര ഒന്നും വന്നിട്ടില്ലാത്ത ശരീരമാണ് എങ്കിൽ അതിൻ്റെ ഭാഗങ്ങളെ നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുന്നു. നമ്മുടെ ആത്മൻ്റെ അംശം, നമ്മുടെ ചിന്തയുടെ അംശം, നമ്മുടെ പ്രവർത്തനക്ഷമതയുടെ അംശം അവിടെ ഉണ്ട്. പോയിട്ടില്ല, പ്രാണങ്ങൾ എല്ലാം പോയിട്ടില്ല, കുറേശ്ശെ പോയിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള നമ്മുടെ പ്രാണന്, അല്ലെ, ആത്മന് ഒരിക്കലും സത്യം പറയാൻ പറ്റില്ല. ഇപ്പോൾ പോസ്റ്റ് മോഡേൺ സൈക്കോളജിയിൽ NLP എന്ന് പറഞ്ഞൊരു സംഗതി, ഞാൻ അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ സമൂഹത്തിനോട്, യുവത്വത്തിനോട്, വലിയ വിദ്യാസമ്പന്നരെന്ന് പറയപ്പെടുന്ന ആളുകളോട് നമ്മളിത് എങ്ങനെയെങ്കിലും അറിയിച്ചേ പറ്റുള്ളൂ. ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് പ്രോഗ്രാമിംഗ് സൈക്കോളജിയുടെ ഒരു ഭാഗമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്ന് കളവ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ കളവാണ് പറയുന്നത്. അതല്ലാതെ പോലും നമുക്ക് മനസ്സിലാവാറുണ്ട്. അച്ഛനമ്മമാരൊക്കെ കുട്ടികൾ കളവ് പറഞ്ഞാൽ അവരുടെ ചലനങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ വൈകി വരും. അപ്പോൾ ടീച്ചറെ ദിവസം അല്ല, അത് പിന്നെ ഈ ബസ്, അപ്പം നമുക്ക് മനസ്സിലായി ഇത് കളത്തിലാണ്. ആ കൈയെടുക്കുകയും ഈ ആ ഊ ഔ എന്നൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് കളത്തിലാണ്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ ആത്മൻ അതിനുള്ള ചലനവിശേഷങ്ങൾ നമ്മുടെ ശരീരത്തിലും വാക്കുകളിലും ഒക്കെ തരും. അത് വാക്കുകൾ തന്നെ അങ്ങനെ പഠിക്കുന്നുണ്ട് NLP. അപ്പൊ എന്തുകൊണ്ടായിരിക്കും NLP പറയുന്നത്? നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും വേണ്ടിയിട്ടാണ്, മനസ്സിന് വേണ്ടിയിട്ടാണ്, ആത്മന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആത്മന് വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ ജീവിക്കുന്ന ഓർമ്മൊന്നും ആത്മന് വേണ്ടിയിട്ടില്ല. ആത്മനൊന്നും വേണ്ട, ആത്മാവിനൊന്നും വേണ്ട. അപ്പൊ അങ്ങനെയുള്ള മനസ്സിനെ ശ്രദ്ധിക്കുക. അപ്പൊ മനസ്സിലേക്കാണ് നമ്മൾ യമം, നിയമം, പിന്നെയാണ് ആസനം. അത് ശരീരത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള സംഗതിയാണ്. അപ്പൊ യമനിയമാദികൾ ആസനത്തിലേക്ക് വരുമ്പോൾ യമത്തിൽ സത്യം, അസ്തേയം, അപരിഗ്രഹം. അപരിഗ്രഹം എന്ന് പറഞ്ഞാലും നിഷ്ഠോരണം, കക്കാതിരിക്കണം എന്നാണ്. കക്കാതെ, കളവ് പറയാതെ ഇരിക്കണം. യേശുദേവൻ സിനായി മലയിൽ വെച്ച് മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളിൽ ഒന്നാണ് കക്കരുത്, കളവ് പറയരുത്, കള്ളസാക്ഷി പറയരുത് എന്നൊക്കെ, അല്ലേ? അന്യന്റെ മുതല് മോഹിക്കരുത്. ബൈബിൾ പഴയ നിയമം യേശുദേവൻ 16 കൊല്ലം ഭാരതത്തിൽ ജീവിച്ചാലാണ്. കള്ളസാക്ഷി പറയരുത്, കക്കരുത്, കളവ് പറയരുത്. കളവ് പറഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത. എപ്പോൾ നമ്മൾ കളവ് പറഞ്ഞോ ആ നിമിഷം മുതൽ നമുക്കുണ്ടാവുന്ന മാനസികാവസ്ഥയ്ക്കാണ് ആധുനിക ഭാഷയിൽ ടെൻഷൻ എന്ന് പറയുക. എപ്പോൾ നമ്മൾ കട്ടെടുത്ത ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്ത ചെയ്തോ ആ സമയം മുതൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അനുഭവിച്ചിട്ടുള്ളവരോട് ഉണ്ടാവും, അല്ലേ? അച്ഛനോടും അമ്മേനോടൊക്കെ കുട്ടിക്കാലത്തൊക്കെ കളത്തിലും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ചെയ്തത് മുതൽ നമ്മൾ ഇതിനെ എങ്ങനെ മറച്ചു വയ്ക്കാമെന്നുള്ളതിൻ്റെ ഇങ്ങനെ തത്രപ്പാടില്ലേ, ടെൻഷനാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഇല്ലാതിരിക്കാൻ, ടെൻഷൻ ഇല്ലാതിരിക്കാൻ, സ്ട്രെസ് ഇല്ലാതിരിക്കാൻ, സ്ട്രെയിൻ ഇല്ലാതിരിക്കാൻ നിശ്ചോരണ ഭാവം ഉണ്ടായിരുന്നു. കള്ളത്തിലും പറയാതിരിക്കുക, കളവ് പറയാതിരിക്കുക, കക്കാതിരിക്കുക. ഒരു സംഘടനയ്ക്കാകുമ്പോൾ ഏറ്റവും കൂടുതൽ അത് വേണമെന്നുള്ളതല്ലേ. അവിടെ പരിപാടി നടന്നു. അവിടെ അത്ര പങ്കെടുത്തെന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ ചേരാൻ. ആ വിളി ഒരു കൊല്ലായാലും കിട്ടുക നമ്മൾ പറയായിരിക്കും. അപ്പോ ആ പരിഗ്രഹം അടുത്ത് എന്താ വെച്ചാല് നമ്മളതല്ലാത്തത് നമ്മൾ സ്വീകരിക്കരുത്. അത്രയുള്ള പരിഗ്രഹം. മറ്റുള്ളവർക്കും കൂടി വിരിച്ച്, ഭക്ഷണമാണെങ്കിൽ, വസ്ത്രമാണെങ്കിൽ. ഒരു അധ്യാപകൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഒരു 10-20 പാൻറ് ഇങ്ങനെ തൂക്കിട്ടിരിക്കുകയാണ്, ഷർട്ടൊക്കെ ഇങ്ങനെ ആങ്കറും. ഞാൻ ഇതൊക്കെ നിങ്ങൾ എപ്പോഴായിട്ട് തീർക്കുക? എന്നോട് ചിന്തക്ക് എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞ 5-6 ഉണ്ട്. കാരണം
2 കാലം 10 വരെ ആഴ്ച ദിവസം ഓരോന്ന് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇടാൻ പറ്റും. നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേ? നമ്മളെ വീട്ടിൽ അമ്മമാരൊക്കെ അറിയാമല്ലോ, ഈ നല്ല പാത്രങ്ങൾ എപ്പോഴും എവിടെയുള്ളത്? എവിടെയുള്ളത്? ഷെൽഫിൽ. അത് എപ്പോഴൊക്കെ എടുത്തിട്ടുണ്ടോ? കരിമ്പ കുത്തി മാത്രമല്ലേ നമ്മൾ എടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്നത്. വിരുന്നുകാർ വരുന്ന കൊറോണയ്ക്ക് ശേഷം ഒരു വിരുന്നുകാരൻ വന്നിട്ടില്ലാന്ന് എടുത്തെന്ന് പറഞ്ഞാൽ, കൊറോണയ്ക്ക് ശേഷം ആരും വന്നില്ല. പക്ഷെ അത് ഷെൽഫിൽ ഇങ്ങനെ ഉണ്ട്. നല്ല പ്ലേറ്റ്, നല്ല ഗ്ലാസ്, നല്ല സംഗതികളൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളെ ആ മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. ഇന്നോട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനൊക്കെ കണ്ടുപിടിക്കുന്നത്. വേറെ പോണ്ട്. അപ്പോ നമ്മളതല്ലാത്തത് നമ്മൾ ഉപയോഗിക്കുക സത്യത്തിൽ ചെയ്യുന്നത് അതുപോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമ്മളതല്ലല്ലോ അത്. വെറുതെ ഇങ്ങനെ ആരും വരുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ്. ആരും വരുന്നില്ല. നമ്മളതല്ല അത്. നമ്മൾ കളയോ? ബ്രഹ്മചര്യം കേൾക്കുമ്പോൾ വിചാരിക്കും കല്യാണം കഴിക്കാതിരിക്കുക അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? പ്രകൃതി അനുസരിച്ച് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രകൃതി. വേദാന്തിന അനിർവചനീയമേകം എം ബ്രഹ്മശബ്ദേന വിനോദിശന്തി നമ്മൾ എപ്പോഴും ചൊല്ലാറുണ്ട് അല്ലേ? നിങ്ങൾക്കതിനെ കൃഷ്ണ എന്ന് വിളിക്കാം, ഹവയെന്ന് വിളിക്കാം, പിന്നെ അള്ളാന്ന് എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ശൈവായ മീശം ശിവ ഇത്തിയാവോചൻ എം വൈഷ്ണവ വിഷ്ണു ഇതി സ്തുവന്തി ബുദ്ധസ്തദാർഹൻ ഇതി ബൗദ്ധജൈന എന്ത് വിളിച്ചാലും സ്വാമി ഇതി മാതേരി വിതേ ഇതി ബക്രിയ, ബക്രിയോടെ നിങ്ങൾ എന്ത് വിളിച്ചാലും സ ഏക ഏവ പ്രഭു അദ്വിതീയ. അത് ഒറ്റയൊരു ചൈതന്യമാണ്. ആ പ്രഭു ഒറ്റയൊന്നേ വ്യത്യസ്തമില്ല. ഇതിനെ വേദാന്തിനോ അനിർവചനീയം ഏകം യം ബ്രഹ്മശബ്ദേന വിനിർദ്ദേശം. വേദാന്തികൾ നിർവചിക്കാൻ പറ്റാത്ത ബ്രഹ്മം എന്ന് വിളിക്കുന്നു. അതാണ് പ്രപഞ്ചം, പ്രകൃതിയുടെ തനിമ, സത്ത. ഈ പ്രകൃതിയെ അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ 5 എണ്ണമാണ് നിയമത്തിൽ. നിയമത്തിൽ സന്തോഷമുണ്ട്, സ്വാധ്യായമുണ്ട്, ഈശ്വരപ്രണിധാനമുണ്ട്, തപസ്സുണ്ട്. ഒന്നും നീട്ടി പറയുകയേ ചെയ്യുന്നില്ല ഞാൻ. പക്ഷെ ചിന്തിച്ചേ പറ്റുള്ളൂ. നമ്മൾ സന്തോഷം നമുക്ക് ഉണ്ടാവാനുണ്ട്. എന്താ ചെയ്യുക? ഈ പറഞ്ഞ ആദ്യത്തെ യമത്തിൽ കുറേ കാര്യം വന്നാൽ സന്തോഷം ഉണ്ടായിരിക്കും. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി ഓർ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയും. സ്വയം പഠി. ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ്, ഞാൻ അങ്ങോട്ടാണ്, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് അല്ലേ? ശങ്കരനും ചോദിച്ചത് അതായിരുന്നു എന്ന് പറയാം. മോഹൻലാൽ ഒരു സിനിമ പറയുന്നുണ്ട് അല്ലേ? മോഹൻലാൽ ഡബിളായിട്ടുള്ളൊരു സിനിമ ഉണ്ടല്ലോ, അല്ലായിരുന്നു അത്? അല്ലേ? ഡബിളായിട്ട് പിന്നെ അച്ഛൻ മോനായിട്ട് അല്ലേ? രാവണപ്രഭു കൊട്ട് കൈ. രാവണപ്രഭുവിൽ അച്ഛൻ മോഹൻലാൽ ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ ഇയാളുടെ ശത്രുവായിട്ട് അഭിനയിക്കുന്ന ഒരാളുടെ ആശുപത്രിയാണ്. അപ്പോൾ അയാൾ ചോദിക്കുക ഞാൻ ആരാണെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ ശങ്കരൻ ഇയാൾ പറയുന്നുണ്ട് പണ്ട് ശങ്കരൻ ഇതേ ചോദ്യമാണ് ചോദിച്ചത്. ശങ്കരാചാര്യൻ ചോദിച്ചാൽ നടന്നത് ഞാൻ ആരാണ്, ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ്, ഞാൻ എന്തിനു ജനിച്ചു, ഞാൻ എങ്ങനെ ജനിച്ചു. ഒരച്ഛനും അമ്മയും വിചാരിച്ച മക്കളുണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. ആ ആത്മൻ വിചാരിക്കണം ഞാൻ എവിടെ പിറക്കണം. വെറും 370 വരികളുള്ള ജ്ഞാനപാന പഠിച്ചാൽ മതി. ഞാൻ എവിടെ പിറക്കണമെന്ന് ഞാൻ ചിന്തിച്ചാണ് ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. പോട്ടെ, അത് കർമ്മഫലം. നമുക്ക് എപ്പോഴേക്കും ചർച്ച ചെയ്യാം. പൂർവജന്മം, കർമ്മം, ഫലം. അപ്പം അങ്ങനെയുള്ള നമ്മുടെ സ്വാധ്യായം, സെൽഫ് സ്റ്റഡി ഓർ സെൽഫ് ഇവാലുവേഷൻ, അത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത കർമ്മങ്ങളിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, എന്തൊക്കെ അനുഭവിച്ചു എന്ന് സ്വയം വിലയിരുത്തി തിരുത്തേണ്ടതിനെ തിരുത്തി പോകും. അതിന് അങ്ങനെ തിരുത്തുമ്പോൾ 2 ഭാവങ്ങൾ ഉണ്ടാവും. ഒന്ന്, നമുക്ക് പ്രിയമായതിനെ മാത്രം നമ്മൾ കുറേ ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ചെയ്യപ്പോൾ സമയം ഉണ്ടാവില്ല. ഒരു പേപ്പർ എടുത്തിട്ട് ഒരു വരയിട്ടിട്ട് ഇവിടെ പ്രിയം എന്ന് ഹെഡിങ് കൊടുക്കുക, ഇവിടെ ഹിതം എന്ന് ഹെഡിങ് കൊടുക്കുക. പ്രിയവും ഹിതവും. എന്നിട്ട് പ്രിയത്തിൽ എഴുതാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. കിടന്നുറങ്ങാൻ പ്രിയമാണ്, ചിക്കൻ ബിരിയാണി കഴിക്കാൻ പ്രിയമാണ്, മറ്റുള്ളവനെ ചീത്ത പറയാൻ പ്രിയമാണ്, ഒഴിഞ്ഞു നോക്കാൻ പ്രിയമാണ് അല്ലേ, കുറ്റം പറയാൻ പ്രിയമാണ്. ഇങ്ങനെ പ്രിയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. റോത്ത് കുടിക്കാൻ പ്രിയമാണ്, ചേർത്ത് വയ്ക്കാൻ പ്രിയമാണ്, ഒക്കെ എഴുതുന്നത്. ഹിതം നമ്മളിങ്ങനെ നോക്കുമ്പോൾ, ഹിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത നമ്മുടെ ശരീരത്തിനും ബുദ്ധിക്കും പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ സുഖം കിട്ടുന്നതും ഒരു ദോഷമില്ലാത്തത്, മറ്റുള്ളവർക്കും കൂടെ സുഖം ഉണ്ടാവും. വീട്ടുകാർക്കും ഉണ്ടാവും, നാട്ടുകാർക്കും ഉണ്ടാവും, കൂട്ടുകാർക്കും ഉണ്ടാവും, കുടുംബക്കാർക്കൊക്കെ സുഖം കിട്ടുന്നു. ഹിതം എത്ര ഉണ്ടാവും നമ്മളെടുത്ത്? അങ്ങനെ എഴുതിയാൽ പ്രിയം 100 കണക്കിന് കിട്ടും, ഹിതം
കുറിച്ച് കിട്ടുള്ളൂ. ഈ പ്രിയത്തിൽ നിന്ന് ഹിതത്തിലേക്ക് മാറണം. അതിനാണ് നമ്മൾ സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നത്. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി. നിങ്ങൾ പലതും പ്രിയം ചെയ്യുന്നുണ്ട്, ആ പ്രിയം മറ്റുള്ളവർക്ക് കൂടി പ്രിയമാവുകയാണെങ്കിൽ ഈ കോളം ഫ്രീ ആവും. ആ കോളം ഫ്രീ ആയ രക്ഷപ്പെട്ടു. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അതാണ് ശരിക്കും നമ്മൾ യോഗയിലൂടെ ചെയ്യുന്നത്. നമ്മളെ ശരീരത്തിനെ നിയന്ത്രിക്കുക, അതിനു വേണ്ടുന്ന ഭക്ഷണക്രമങ്ങളെ നിയന്ത്രിക്കുക. മധുമുക്ത ദിനം എന്നാണ് ഇന്ന് പറയാറ്. അതായത് പഞ്ചസാര വിരുദ്ധം. പഞ്ചസാര ആർക്കും വേണ്ട. പഞ്ചസാര മധുരത്തിൽ നിന്ന് രക്ഷപ്പെടുക. മധുരം നമ്മുടെ ശരീരത്തിൽ മധുരം അധികമായാൽ വിഷമാണ്. അതാണ് അമൃതം വിഷം എന്നൊക്കെ പറയാൻ കാരണം. ചൊല്ലു തന്നെ എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം ഇന്ന് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇവിടെ ഇതിൽ പറഞ്ഞല്ലോ അല്ലേ, ശിവേച്ചി പറഞ്ഞില്ലേ, നമ്മുടെ ജീവിത ശൈലി രോഗം. സുബി എന്ന് പറയുന്ന, സുബി സുരേഷ് എന്ന് പറഞ്ഞൊരു അവതാരക ഉണ്ടായിരുന്നല്ലോ, ഒരു സീരിയൽ നടിയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ളവർ മരിച്ചുപോയി. അപ്പം അവർ അവസാന കാലത്തൊരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതശൈലിയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. ഈ മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്ന ഒരു കാര്യം കുട്ടികൃഷ്ണമാരാര് ഭാരത പര്യടനം എന്ന് പറയുന്ന ഒരു കൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊരു ഭഗവദ്വചനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നതല്ല ജീവിതമേൽപ്പിക്കുന്ന യാതനകൾ. എത്താവോ? ഏതൊരു ഭഗവദ്വചനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നതല്ല. നിങ്ങൾ ഏത് ഭഗവാനെ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ജീവിതമേൽപ്പിച്ച നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം പോവില്ല. ജീവിതമേൽപ്പിക്കുന്ന യാതന. അപ്പൊ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ആരാണ്? നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മളാണ്. നമ്മുടെ സുഖത്തിന് കാരണം നമ്മളാണ്. അതിലേക്കാണ് ശരിക്കും ഈ യോഗ കൊണ്ടുവന്നത്. നമ്മുടെ ഭക്ഷണക്രമങ്ങൾ, നമ്മുടെ ഉറക്കം, നമ്മുടെ മൈഥുനം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോക്കുകൾ, ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു. പക്ഷേ ശ്രദ്ധ വേണ്ടതുപോലെ ആവാത്തത് കൊണ്ട് അറിവില്ലാതെ പോകുന്നു. ഭഗവാൻ പറയുന്നുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നവന് ജ്ഞാനം ഉണ്ടാകുന്നു. ഇതൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതാണ് ശരിക്കും യോഗ. അത് കൊണ്ട് ഭൗതികരായ നമ്മൾ ശരീരത്തിൽ തുടങ്ങണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? യോഗാസനത്തിൽ തുടങ്ങാം അല്ലേ? ശരീരത്തിനെ നിയന്ത്രിക്കുക. നമ്മുടെ ശരീരത്തിന് പഞ്ചേന്ദ്രിയങ്ങളായിട്ട് കണ്ണ്, മൂക്ക്, നാല് ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളായിട്ട് പഞ്ചതലങ്ങൾ വേറെയുണ്ട്. കൈയും കാലും പായും വസ്തുവൊക്കെ ആയിട്ട്. ഈ 10 പ്രത്യേകിച്ച് ഭൗതികമായ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് യോഗാസനം. ഇന്ന് ലോകം മുഴുവൻ അത് അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പം അതിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ഭക്ഷണക്രമങ്ങളിൽ വേണ്ടത് വരുത്തിയാൽ, ഒന്നും ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള തലത്തിലേക്ക് നമ്മൾ മാറും. സ്വയമേവ നമുക്കത് സാധ്യമാവും. അപ്പോൾ മനസ്സിൻ്റെ ചിത്തം എന്ന് പറയുന്നതിനെ നമുക്ക് കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, സ്ട്രെസ് ഉണ്ടാവില്ല, സ്ട്രെയിൻ ഉണ്ടാവില്ല. കിടന്നാൽ അപ്പോൾ വിചാരിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാം. സാധിക്കാറില്ല പലർക്കും. ഞാനിന്നലെ കിടന്നത് 1 മണിക്കാണ്, 12:55 രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്. കാരണം വിശുദ്ധ പരിഷത്തിൻ്റെ ഒരു ഓൺലൈൻ യോഗ പരിപാടിയില്ല, അത് 6 മണിക്ക് തുടങ്ങും ഇന്ന്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനോട് പറയാമല്ലോ. നമുക്ക് ഈ മൊബൈലിൻ്റെ അലാറം കേട്ടില്ല, അവൻ അലറുന്നത് കേട്ടിട്ടുണരുന്നവരാണ് നമ്മൾ. അലാറം എന്ന് പറയുന്നത് അലർച്ചയുടെ ശബ്ദമാണ്. നമുക്ക് സ്വയമേവ അലാറമുണ്ട്. ആ മനസ്സിനെ നോക്കിയാൽ മതി. ഇതിന് നമ്മൾ തയ്യാറാവുക. അപ്പോൾ നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം പോകും. ഇന്ന് ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണം മനസ്സാണ്, ഇച്ഛയാണ്. അതുകൊണ്ട് നേട്ടങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിനെ വരും കാലങ്ങളിൽ കൊണ്ടുപോകാൻ മനസ്സിനെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുക. നീ നിന്നെ പഠിക്കണം, മറ്റാരും പഠിച്ചിട്ട് കാര്യമില്ല. എന്നോടൊരാൾ ചോദിപ്പോൾ കുസുമ ടീച്ചർ ആളങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒരു 2 കുറല്ല, പിന്നെ ഒരു പേപ്പർ കൂടി കൊണ്ടുവന്നാൽ കുറേ എഴുതിക്കും. ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ,
പക്ഷെ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിച്ചാലോ അതാകെ കുടുങ്ങി അല്ലേ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? അതിനെ കുടുങ്ങി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളോട് തന്നെയാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് അച്ഛനോടാണ്, അമ്മയോടാണ്, ഭാര്യയോടാണ്, ഭർത്താവിനോടാണ്, മക്കളോടാണ്, അടുത്ത വീട്ടുകാരനോടാണ്. കള്ളത്തരമാണ്. മവാരേ പത്യുകാമായ പതിപ്രിയോ ഭവതി ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി. പഞ്ചദശിയിൽ അതിനൊരു സന്യാസി കുറിച്ചത് യാജ്ഞവൽക്യന്റെ ചിന്തകളാണ്. ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി. യാജ്ഞവൽക്യൻ എന്ന് പറയുന്നത് ഗീതയിലുമുണ്ട് ഒരു സ്ഥലത്ത്. നമുക്ക് നമ്മളോട് മാത്രമേ ഇഷ്ടമുള്ളൂ, നമ്മുടെ കാര്യങ്ങളോട് മാത്രമേ ഇഷ്ടം. ഇതിൽ നിന്ന് മാറി ചിന്തിക്കുക, അപ്പോൾ മനസ്സ് സ്വസ്ഥമാവും. എന്നെ മാത്രം കേന്ദ്രീകരിക്കാതിരിക്കുക, മറ്റുള്ളവരിലേക്ക് നാം ശ്രദ്ധിക്കുക. എവിടെയാണ് അപ്പൊ യോഗയുടെ ചിന്താതലം ഇതാണ്. ഈ ഒരു തിയറിറ്റിക്കലായ തലത്തിനെ യോഗാസനത്തിൽ തുടങ്ങി യമനിയമാസന പ്രാണായാമാദികളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ യമനിയമ പ്രാണായാമാദികളിലേക്ക് കൊണ്ടുവന്ന് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്ന ഒരു തലത്തിലെത്തിയ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. ഇതിൽ തന്നെ ഇരിക്കുന്നവർക്ക് ധാരാളം അതറിയാം. ഉപാസനയിലും ധ്യാനത്തിലും ജപത്തിലും തപസ്സിലുമൊക്കെ എത്തേണ്ടുന്ന തലങ്ങൾ ഏത് രീതി, ഇതിൻ്റെ ഒക്കെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. അതിന് പ്രാക്ടിക്കൽ നമ്മൾ കുറച്ചൊരു വ്യായാമം, നമ്മളൊരു ശരീര സഞ്ചാലനവും 2-3 ചെറിയ യോഗകൾ നമുക്ക് ചെയ്യാം.